ഹലോ നമസ്കാരം, വെൽക്കം ടു ഫ്ലേവർ സ്പോട്ട്. ഇന്ന് ഞാൻ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സാൻഡ്വിച്ച് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കോൾഡ് സാൻഡ്വിച്ച്. ഇത് കുക്ക് ചെയ്യാണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു സാൻഡ്വിച്ച് ആണ്. അപ്പോൾ ഇത് ഞാൻ രണ്ട് രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് വെജ് റെസിപ്പിയും മറ്റൊന്ന് നോൺ വെജ് റെസിപ്പിയും. അപ്പോൾ ഇത് നമുക്ക് രണ്ടും കണ്ടിട്ട് വരാം. ആദ്യം തന്നെ വെജ് മയോ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. അരക്കഷ്ണം ക്യാപ്സിക്കം കട്ട് ചെയ്തത്, അരക്കഷ്ണം കക്കിരി കട്ട് ചെയ്തത്, അതിൻ്റെ ഉള്ളിലത്തെ സീഡ്സൊക്കെ കളഞ്ഞിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അരക്കഷ്ണം ക്യാരറ്റ് കട്ട് ചെയ്തത്, അരക്കഷ്ണം ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. ഞാനിപ്പോൾ ഇവിടെ എല്ലാം ചെറുതായി അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. നമ്മളിത് കുക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ എല്ലാം വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ മയണീസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നേരം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പം നമ്മുടെ ചിക്കൻ മയോ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 100 ഗ്രാമോളം ചിക്കൻ കുരുമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് വേവിച്ച് നുള്ളി എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിതൊരു കുറച്ച് അളവിലാണ് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ താല്പര്യം പോലെ ചേർത്താൽ മതി. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മയണീസ് ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ച് റെഡിയാക്കാം. അപ്പോൾ നിങ്ങളിത് ഒരുപാട് നേരം ഉണ്ടാക്കി വെക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഉപ്പ് ആദ്യം ഇടണ്ട. അപ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് സാൻഡ്വിച്ച് റെഡിയാക്കാം. സാൻഡ്വിച്ച് റെഡിയാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ബ്രെഡിൻ്റെ സൈഡ്സ് കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ ബ്രെഡ് നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മസ്റ്റല്ല, ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും അതുപോലെ ബട്ടറിൽ താല്പര്യം ഉണ്ടെങ്കിലും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ബട്ടർ തേക്കാതെയും ഇത് ചെയ്തെടുക്കാം. ഞാനിപ്പം 4 ബട്ടർ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ സോൾട്ടഡ് ബട്ടറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ബ്രെഡ് എടുത്ത് ഇതിൻ്റെ ടോപ്പിലായി വെച്ച് കൊടുക്കാം. നല്ലോണം പ്രസ് ചെയ്യാം. അപ്പം നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ വെജ് മയോ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പം ഭയങ്കര ഈസിയാണ് ഇത് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ചിക്കൻ മയോ സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നേരത്തെ പോലെ തന്നെ ഇതിൻ്റെ സൈഡ്സ് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പം നമ്മൾ ബ്രെഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മിക്സ് തേച്ച് കൊടുക്കാം. ഇതിൽ ഞാൻ ബട്ടർ ആഡ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബ്രെഡ് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മയോ സാൻഡ്വിച്ചും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം ഞാൻ ട്രയാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ 2 സാൻഡ്വിച്ചുകൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പുറത്തേക്കൊക്കെ പോകുമ്പം കുട്ടികൾക്ക് വേണ്ടി കയ്യിൽ കരുതാൻ പറ്റിയ, കുട്ടികളുടെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റിയ, മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാണ് ഈസി ആയിട്ടുള്ള ഈ സാൻഡ്വിച്ച് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്